Hi, welcome to yet another video of DOPA. So, this video is the title what a fresh start to physics. A fresh start. This video is first chance, repeater, re-repeater. You will video basic in physics ready. Fresh start. അതോടെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ പറ്റി കുട്ടികൾക്ക് ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് ഭയങ്കര ടഫാണ്. ഫിസിക്സ് എന്താ പറയുക, പല കാര്യങ്ങളും സാറുമാർ പറയുന്നത് മനസ്സിലാകാറില്ല. ചിലപ്പോഴൊക്കെ സാറ് പറയുന്നത് അറബിയായിട്ടോ കന്നഡയായിട്ടോ വരെ ഫീൽ ചെയ്യാറുണ്ട്. എന്നുള്ളൊരു സംഭവമാണ് ബേസിക്കലി ഒട്ടുമിക്ക ഒരു 70-80% ഓഫ് കുട്ടികൾക്കുള്ളത്. അല്ലെ, ഫിസിക്സ് ഒരു വില്ലനാണ് സബ്ജക്റ്റിൽ നോക്കുമ്പോൾ. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. നിങ്ങൾ ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ ശരിക്കും ഞാൻ എൻ്റെ ക്ലാസ് പറയുന്ന കാര്യമാണ്. ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ ഒരു കുറുമ്പ് പിടിച്ച ഒരു കുട്ടിയെ പോലെ നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഒരു കുറുമ്പ് പിടിച്ച കുട്ടി അവിടെ ഉണ്ടിടാം. അപ്പോൾ നമുക്ക് ആ കുട്ടീനെ ഭയങ്കര കളിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആ കുട്ടിയെ എടുത്ത് നോക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ആ കുട്ടിയെ വിളിക്കുകയാണ്, മോനെ വാടാ എന്ന് വിളിക്കുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ആ കുട്ടി എന്താ പെരുമാറുക? ഇല്ല വരില്ല എന്നൊക്കെ പറഞ്ഞ സീനാകും അല്ലേ. നിങ്ങൾ പിന്നെ ഒന്നും കൂടെ അതിനെ താലോലിച്ച് കുറച്ച് ഇതാക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി കല്ലെടുത്ത് എറിയും, ചിലപ്പോൾ നിങ്ങളെ പിച്ചും മാന്തും അല്ലേ. പക്ഷെ എന്നിട്ട് നിങ്ങൾ കളിപ്പിക്കാൻ പോകുമ്പോൾ അവസാനം എന്ത് സംഭവിക്കണം? കുറേ ശ്രമത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ അവസാനം എന്ത് സംഭവിക്കുകയാണ്? ആ കുട്ടി നിങ്ങളെ ഫേവറേറ്റ് ആവും, ആ കുട്ടിക്ക് നിങ്ങൾ ഫേവറേറ്റ് ആവും. അതാണ് ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ ഫിസിക്സിനെയാണ്. കുറച്ച് ക്ലീഷായിട്ട് തോന്നുമെങ്കിലും ഫിസിക്സ് എന്ന സബ്ജക്റ്റ് അതാണ്. നിങ്ങളിപ്പോൾ എത്രത്തോളം ഫിസിക്സ് ഇൻട്രസ്റ്റോടെ നിങ്ങൾ ഇനീഷ്യലി നോക്കുകയാണെങ്കിലും ഫിസിക്സ് നിങ്ങളായിട്ട് വഴങ്ങിയില്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷെ എന്നാലും നിങ്ങൾ ഇരിക്കണം. പിന്നെ ഇരുന്ന് അവസാനം ഉണ്ടല്ലോ, ഫിസിക്സ് എന്ന സബ്ജക്റ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയ സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് അത്രയും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഫിസിക്സിന് എങ്ങനെ പഠിക്കാം എന്നുള്ളതിലാണ് പോയിന്റ്. ഫിസിക്സ് അപ്പം നിങ്ങൾ റിപ്പീറ്റിങ്ങോ റീറിപ്പീറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഫിസിക്സ് എന്ന സബ്ജക്റ്റ് എങ്ങനെ പഠിക്കാം എന്ന് മാത്രമാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ശരിക്കും ഇത് പറയുന്നത് തന്നെ ശരിക്കും നമ്മൾ സംസാരിക്കാൻ 3/4 മണിക്കൂർ മിനിമം സംസാരിക്കാം. പക്ഷേ ഒരു 5 മിനിറ്റിനുള്ളിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് കൺസൈസ് ആക്കി തരുന്നതുകൊണ്ട് ഞാൻ ശ്രമിക്കുകയാണ്. വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫിസിക്സ് എന്ന സബ്ജക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു മറ്റുള്ള സബ്ജക്ട്സ് ഒക്കെ ഫിസിക്സ് എന്ന സബ്ജക്റ്റ് നമുക്ക് ഒരിക്കലും എന്തില്ല, ഒരു കാണാപ്പാടം പഠിക്കലല്ല നമ്മളിതിൻ്റെ ബേസിസ്. നമ്മുടെ ബേസിസ് എന്ന് പറയുമ്പോൾ എത്രയും നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാവുക, ആ കൺസെപ്റ്റ് പ്രാക്ടിക്കലാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ബയോളജി ലൈഫ് വാട്ട് ഈസ് ലൈഫ് എന്നുള്ളൊരു സാധനത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ 2 സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചും മറിച്ചും വായിക്കുക. എല്ലാ വേർഡും പഠിച്ചാൽ ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറം ഒന്നും ചോദിക്കാനില്ല. പക്ഷേ ആസ് ഫാർ ഫിസിക്സ് കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് V = അല്ലെ, നിങ്ങൾ നാളെ പഠിക്കാൻ പോവാണ് V = U+AT എന്നുള്ള ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ അവിടെ തീരുന്നില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം V കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്. ഫൈനൽ വെലോസിറ്റിയാണ് നിങ്ങൾ തിയറി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സാറ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് ഫൈനൽ വെലോസിറ്റിയാണ് V. പക്ഷേ ഓരോ കണ്ടീഷനും ഫൈനൽ വെലോസിറ്റി എന്ത്, ഇനീഷ്യൽ വെലോസിറ്റി എന്ത്, ആക്സലറേഷൻ എന്ത്, ടൈം എന്ത്, ഇതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സാറ് നിങ്ങൾക്ക് എത്ര നല്ല സാറായിക്കോട്ടെ, ഒരു സാറ് നിങ്ങൾക്ക് ഫിസിക്സ് പഠിപ്പിച്ച് തരുമ്പോൾ നമുക്കൊരു മാക്സിമം 60-70% നിങ്ങൾക്ക് ഫിസിക്സ് എന്ന സംഭവത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു 30-40% നിങ്ങൾ സ്വമേധയാ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്, ഫിസിക്സ് നിങ്ങൾ ഒരുപാടായിട്ട് വില്ലനായി കാണേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആസ് ഫാർ ആസ് എ നീറ്റ് കുട്ടി ഈസ് കൺസേൺഡ്, ഒരു നീറ്റ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിൻ്റെ ഫൗണ്ടേഷൻ ലെവൽ മാത്രമേ ചോദിക്കുള്ളൂ. നിങ്ങളുടെ ഫൗണ്ടേഷൻ അത്രയും പക്കയാണോ, ദെൻ യു ക്യാൻ സിംപ്ലി ക്രാക്ക് ഫിസിക്സ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കൊല്ലത്തെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഫൗണ്ടേഷൻ അത്രക്കും സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക? അതാണ് നിങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് വലിയ ഓതേഴ്സിൻ്റെ ബുക്കൊന്ന് റെഫർ ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുന്നു, ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് വലിയ ഓതേഴ്സിൻ്റെ ബുക്കൊന്ന് റെഫർ ചെയ്യരുത്. ചെയ്യേണ്ട ബട്ട് ഇൻ ദ ലോങ് റൺ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നീറ്റ് കുട്ടി ഈസ് കൺസേൺ നിങ്ങൾക്ക് എന്താണ് ബേസ് സാധനങ്ങൾ മതി. അപ്പോൾ നിങ്ങളെ ബേസ് സ്ട്രോങ് ആക്കുക, നല്ലോണം വീഡിയോസ് നിങ്ങൾ എവിടെയെങ്കിലും കൺസെപ്റ്റ് അത്രയും തറവാക്കുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികൾ ചോദിക്കുന്നത്, സാർ ഒരു പാഠത്തിന് എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം? ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നമുക്കൊരു പാഠത്തിൽ നമുക്ക് എന്താ വേണ്ടത്, ആ പാഠത്തിൽ കോൺഫിഡൻസ് ആണ് വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കിട്ടാം, ചിലപ്പോൾ 100 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കിട്ടുള്ളൂ, ചിലപ്പോൾ ചിലർക്ക് 500 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങളൊരു മോട്ടീവ് അനുസരിച്ചിരിക്കും. ഓക്കെ, സോ വൺസ് ഇപ്പം നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൈനമാറ്റിക്സ് ഒരു 1D 2D ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ 200-300 ചിലപ്പോൾ 500 ക്വസ്റ്റ്യൻ വരെ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങളിപ്പോൾ ന്യൂക്ലിയർ ആറ്റം പോലത്തെ പാഠങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്താൽ മതിയാവും. മനസ്സിലായോ? സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ചാപ്റ്റർ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ നോളേജ്, ഡിപ്പെൻഡ്സ് എല്ലതും എന്തിലോട്ട് എത്തണം, ആ പാഠം എന്തൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും എനിക്ക് കോൺഫിഡൻ്റായി ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ആ ഒരു പോയിന്റ് വരെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ഥിരമായിട്ട് ക്ലാസ് പറയുന്ന പോലെ നിങ്ങൾക്ക് എപ്പം ആ
ചാപ്റ്റർ ഒരു അഹങ്കാരം വരുന്നു അപ്പോഴേ നിങ്ങൾ നിർത്താൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രഷായിട്ട് തുടങ്ങാൻ പോകണം, ഇഷ്ടം പോലെ സമയം ഉണ്ടോ, നിങ്ങൾ എങ്ങനെ ഫിസിക്സിനെ നോക്കിക്കാണും. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഫിസിക്സ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ്. നിങ്ങൾ മനസ്സിലത് ഉറപ്പിക്കുക. ഓക്കെ, എന്നിട്ട് ഫിസിക്സിനെ പതിയെ നിങ്ങൾ ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ട് നിങ്ങൾ എത്രയോ പൊട്ടനായിക്കോട്ടെ, ഇനി ഈ ഒരു കൊല്ലം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു ഒന്ന് തല കുത്തി നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫിസിക്സ് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ക്ലാസ്സിൽ പറയുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളൊക്കെ പറയും, സാർ ഇപ്പം നിങ്ങളിപ്പോൾ ഫസ്റ്റ് പാഠം മോഷൻ 1 ഡയമെൻഷൻ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് 3 ഇക്വേഷനാണുള്ളത്. V = U + AT, S = UT + ½ AT square, V² = U² + 2as. ഇങ്ങനത്തെ 3 ഇക്വേഷനാണ് മോഷൻ 1 ഡയമെൻഷനുള്ള പാഠത്തിലുള്ളത്. അപ്പോൾ മോഷൻ 1 ഡയമെൻഷൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ എത്രത്തോളം നല്ലോണം പറഞ്ഞു കൊടുത്താലും അവസാനം ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, സാർ പഠിപ്പിച്ചൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഈ 3 ഇക്വേഷൻ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എങ്ങനെയാണ് കത്തുക, അത് മാത്രം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസിക്കൽ എക്സാമ്പിൾ തരാം. ഓക്കെ, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ തരാം. ഇപ്പോൾ നമ്മൾ ഡേറ്റിൽ നമ്മളൊക്കെ ഇപ്പോൾ എത്രാം വയസ്സ് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സാധനമാണ് അല്ലേ, പക്ഷേ അത്ര വാലിഡ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. നമ്മളിപ്പം എത്ര വയസ്സ് നമ്മൾ റോഡ് മുറിച്ചെടുക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ റോഡ് ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഇങ്ങനത്തെ റോഡുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? കാർ ഈ പോയിന്റിൽ എത്തുന്നതിന് മുമ്പായിട്ട് എനിക്കിവിടെ ക്രോസ് ചെയ്യണം അല്ലേ, എന്നല്ലേ എന്നെ തട്ടാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ കാറ് നമ്മളിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ക്രോസ് ചെയ്ത് തീരണം. പക്ഷെ ഒരിക്കലും നമ്മളെ മൈൻഡ് എന്ത് ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡ് ശരിക്കും ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൈൻഡ് ഈ കാറിൻ്റെ S = U + AT, S = UT + ½ AT square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മളുടെ S = UT + ½ AT square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലെറ്റ്സ് സേ ഇതിൻ്റെ ഒരു T1 ടൈമാണ്, കാറിന് T1 ടൈം എടുക്കും, നമ്മുടെ T2 ടൈം എടുക്കും. നമ്മുടെ മൈൻഡ് എന്താണ് കൂട്ടുന്നത്? ഈ ഇക്വേഷൻ കൂട്ടിയിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇക്വേഷൻ നമ്മുടെ മൈൻഡ് എന്താ കൂട്ടുന്നത്? T2 ഷുഡ് ബി ലെസ് ദാൻ T1 അല്ലേ. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആരുടെ ടൈമിനും കുറവായിരിക്കണടാ, ആ കാർ ആ പോയിന്റോട്ട് എത്തുന്ന ടൈമിനെക്കാട്ടിയും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ആ വണ്ടി എന്നെ തട്ടാതെ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെ മൈൻഡ് ശരിക്കും എന്തൊക്കെ കൂട്ടുന്നത്? ആ കാറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U, ആ കാറിൻ്റെ ആക്സലറേഷൻ A അല്ലേ, ആ കാർ ഇവിടെ എത്താനുള്ള ദൂരം S. ഓക്കെ, നമ്മളെന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളെ മൈൻഡ് വേറെ കാൽക്കുലേഷൻ നടത്തുന്നതാണ്. ഈ ദൂരം വേറൊരു S, എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വേറൊരു U, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്സലറേഷൻ വേറൊരു A അല്ലേ. അപ്പോൾ എൻ്റെ ടൈം T2. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് മാത്തമാറ്റിക്സ് നമ്മൾ ബ്രെയിനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പവർ ഉണ്ടായത് കൊണ്ടാണ് ഞാനൊക്കെ സക്സസ്ഫുള്ളി റോഡ് ക്രോസ് ചെയ്തെന്ന് ജീവനോടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്. മനസ്സിലായോ? സോ യുവർ ബ്രെയിൻ ക്യാൻ ഡു ദാറ്റ്. ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്, യുവർ ബ്രെയിൻ ക്യാൻ ഡു ദാറ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോ കാണുന്നത്. അപ്പം ജസ്റ്റ് ഒരു ഫൺ ഫാക്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്സ് എന്ന സബ്ജക്റ്റ് എന്ത് ചെയ്യണടാ, ഭയങ്കര സ്നേഹത്തോടെ കാണുക. അത് ഭയങ്കര ഒരു കുറുമ്പനായിട്ടുള്ള സബ്ജക്റ്റാണ്. കുറച്ചൊക്കെ കടിക്കും പിച്ചും മാന്നു, പക്ഷേ എന്നിരുന്നാലും കൂടി ഇരിക്കുക. ദാറ്റ്സ് എ കീ. പേഷ്യൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ചിലപ്പം ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല. ചിലപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യനാവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ 51ാമത്തെ ക്വസ്റ്റ്യനാവും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ 101ാമത്തെ ക്വസ്റ്റ്യനാവും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടാവുക. പക്ഷേ ആ ക്വസ്റ്റ്യൻ വരെ 100 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ആ ക്വസ്റ്റ്യൻ വരെ ഇരുന്ന് ചെയ്തു നിങ്ങൾക്ക് ഫിസിക്സ് ഭയങ്കര സിമ്പിളായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ 101ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് മീ, 102, 103 നിങ്ങൾക്ക് ഷട്ടപ്പ് ഡേ എന്ന് പറഞ്ഞ് കിട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, നല്ലൊരു ക്ലാസ് കേൾക്കുക, നല്ലൊരു റെഫറൻസ്. അത് നിങ്ങൾ സെൻറ്റർ ചെയ്യുന്ന റെഫറൻസ് ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഓത്തേഴ്സിൻ്റെ നല്ലൊരു റെഫറൻസ് ബുക്ക് ആയിക്കോട്ടെ, ഒരു ബേസ് ലെവൽ ഡിസ്കസ് ചെയ്യുന്ന നല്ലൊരു റെഫറൻസ് എടുക്കുക. നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യുക. ഫിസിക്സ് വിൽ ബി സോ സിമ്പിൾ ഫോർ യു. ഇപ്പോൾ കെമിസ്ട്രീനെക്കാട്ടിയും ബയോളജിനെക്കാട്ടിയും ഒക്കെ സിമ്പിളായിട്ട് ഫിസിക്സ് നിങ്ങൾക്ക് മാറും. സോ ജസ്റ്റ് നിങ്ങൾ എന്താണ് മാറ്റേണ്ടത്? എന്താ മാറ്റേണ്ടത്? താല്പര്യമാണ് മാറ്റേണ്ടത്. നിങ്ങൾ എന്തൊരു ഡിറ്റർമിനേഷനാണ് മാറ്റേണ്ടത്? നിങ്ങൾ സബ്ജക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് അതാണ് മാറ്റം. വൺസ് യു ഹാവ് ചേഞ്ച് ദാറ്റ് ആറ്റിറ്റ്യൂഡ്, ഫിസിക്സ് വിൽ ബി സോ സിമ്പിൾ ഫോർ യു. ഇനി നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫിസിക്സ് എല്ലാ പാഠത്തിൻ്റെ ഓവർവ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ചെറിയ ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ആ വീഡിയോകളൊക്കെ കാണാൻ. ട്രസ്റ്റ് മീ ദാറ്റ് വിൽ ബി സോ യൂസ്ഫുൾ ഫോർ യു. സോ അത്രയുള്ളൂ. ആറ്റിറ്റ്യൂഡ് മാറ്റുക. ഫിസിക്സ് വിൽ ബി സോ സിമ്പിൾ ഫോർ യു. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.